Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, Good miss. morning, ma'am. Okay. നമ്മളൊരു പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു എടുത്തായിരുന്നു അല്ലെ. ദെൻ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 5 ചാപ്റ്ററോളം എടുത്തു കംപ്ലീറ്റ് ചെയ്തു അല്ലെ. സോ ഇന്നൊരു പുതിയൊരു ചാപ്റ്റർ ആണ്, ചെറിയൊരു ചാപ്റ്റർ ആണ്. നമുക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്ക് നോർമലി എപ്പോഴും കണ്ടുവരുന്ന കാര്യങ്ങളും കേട്ടറിവുള്ള കുറെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. അത്യാവശ്യം നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഡൗട്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ലാസ്റ്റ് 10 minutes നമുക്ക് ടൈം തരാം. ദെൻ ചോദിക്കണേനൊന്ന് റെസ്പോൺസ് ഒക്കെ ചെയ്യണം കേട്ടോ, ഒന്ന് കമന്റ് ഇടുക അല്ലെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ല ഫ്രഷ് മൈൻഡോട് കൂടി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ചാപ്റ്റർ 6 ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞു ഇൻ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻ മീൻസ് ഉള്ളിലുള്ള പേഷ്യൻസ്, അതായത് അഡ്മിറ്റഡ് ആകുന്ന പേഷ്യൻസ് ആണ് ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞു. സോ അതുപോലെ തന്നെയാണ് ഔട്ട് പേഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഔട്ട് ആണ് അല്ലെ. അതായത് നമ്മളൊരു പനിയോ ചുമയോ എന്ത് ചെയ്തു, ഡോക്ടറെ കണ്ടു, ഹോസ്പിറ്റലിൽ പോയി, മരുന്നുകളൊക്കെ വാങ്ങിച്ചു, വീട്ടിലേക്ക് തിരികെ പോയി. ആ ഒരു ഇതാണ് ഔട്ട് പേഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ നോക്കാം. OPD means outpatient department. OPD, outpatient department. Okay, outpatient department where patients come to the hospital to consult their health issue with the doctors to start the treatment. OPD services are medical care provided on an outpatient basis that include diagnosis, observation, consultation, treatment, intervention and rehabilitation services. നോക്കാം. അപ്പൊ OPD മീൻസ് എന്താണ്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് where patient come to the hospital, consult their health issue with the doctors to start treatment. നമ്മൾ ഒരു ഡോക്ടറിൽ നമ്മളുടെ എന്തെങ്കിലും ഹെൽത്ത് സംബന്ധമായിട്ട് ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കൺസൾട്ടന്റിനെ കണ്ടു അല്ലെ, ഡോക്ടേഴ്സിനെ കണ്ടു. ദെൻ ഡോക്ടർ എന്ത് ചെയ്തു, ഡോക്ടർ നമ്മളെ പരിശോധിച്ചു, ദെൻ ശേഷം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ OPD services are medical care provider. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ആണോ, എല്ലാവർക്കും സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ ഓക്കെ, അപ്പോ നോക്കാം. OPD services are medical care provided on an outpatient basis അല്ലെ. OPD സർവീസ് എന്ന് പറഞ്ഞാൽ OPD സേവനം എന്ന് പറയുന്നത് എന്താണ്, മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഔട്ട് പേഷ്യന്റ് ബേസിസ് ആണ്. മീൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു, മരുന്ന് വാങ്ങിച്ചു, തിരികെ എന്ത് ചെയ്യും, വീട്ടിലേക്ക് പോകുന്നു, അഡ്മിറ്റഡ് ആകുന്നില്ല. അഡ്മിറ്റഡ് ആകുന്നതാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഇൻ പേഷ്യന്റ് എന്ന് പറയും. നമ്മളോട് പഠിക്കുന്നത് അഡ്മിറ്റഡ് ആകാത്ത പേഷ്യൻസിനെ കുറിച്ചാണ്. ഓക്കെ, ക്ലിയർ ആയോ? OPD services are medical care provided on an outpatient basis. Outpatient ബേസിസിലാണ് അല്ലെ. ഇനി ദാറ്റ് ഇൻക്ലൂഡ്, അതിൽ എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്, ഡയഗ്നോസിസ്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. ഇനി ഓരോന്നും എന്താണെന്ന് വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ എന്താണ് ഒരു OPD എന്നുള്ളതൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ എല്ലാവർക്കും? അതായത് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ പരമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോകുന്നു, ഡോക്ടർ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റിന് ശേഷം നമുക്ക് മെഡിസിൻ ഒക്കെ തന്നു വിടുന്നു. ഓക്കെ, ക്ലിയർ ആയോ? ഡൗട്ട് ഒന്നും ഇല്ല എല്ലാവർക്കും വേറെ? ഓക്കെ, ഇനി അപ്പൊ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതായത് ഒരു OPD സെക്ഷനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഡയഗ്നോസിസ് ഉണ്ട്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഓക്കെ, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലെ. ഡയഗ്നോസിസ് ഫസ്റ്റ് നോക്കാം. ഡയഗ്നോസിസ് എന്താണ്? ഡയഗ്നോസിസ് മീനിങ് നമ്മൾ കുറെ വട്ടം ഓരോ ചാപ്റ്റേഴ്സിലും പറഞ്ഞു പോയിട്ടുള്ള ഒരു ടേം ആണല്ലോ ഡയഗ്നോസിസ്. എന്താ ഡയഗ്നോസിസ്? ആർക്കും ഓർമ്മയില്ല? 5 ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞായിരുന്നു, എന്നിട്ട് നിങ്ങൾക്ക് ഡയഗ്നോസിസ് ഓർമ്മയില്ല?
ഓക്കെ, നിർണയം, രോഗനിർണയം അല്ലെ, രോഗം എന്താണെന്ന് കണ്ടുപിടിക്കൽ ടെസ്റ്റിലൂടെയൊക്കെ. ഓക്കെ, അപ്പൊ ഡയഗ്നോസിസ് നമുക്കറിയാം. രോഗനിർണയം നോക്കാം. The identification of the nature of an illness or other problem by examination of symptoms. അല്ലെ, ഇപ്പൊ രോഗലക്ഷണങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് രോഗമാണ്, എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് രോഗമെന്ന് തെളിയിക്കുക, ഐഡന്റിഫിക്കേഷൻ ചെയ്യുകയാണ്, കണ്ടുപിടിക്കുന്നതിനെയാണ് എന്ന് പറയുക ഡയഗ്നോസിസ് അല്ലെങ്കിൽ രോഗനിർണയം. നമുക്കറിയാലോ രോഗനിർണയം എന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്കിപ്പോ പനി ചുമ നമുക്ക് അതിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ആ ഒരു അസുഖമാണ്. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോ മഞ്ഞപ്പിത്തം അല്ലെ, മഞ്ഞപ്പിത്തമൊക്കെ നമ്മൾ പറഞ്ഞു, കണ്ണിന് മഞ്ഞപ്പ് അല്ലെങ്കിൽ ആള് മൊത്തത്തിൽ ഒരു മഞ്ഞപ്പായിട്ടൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്കറിയാം രോഗലക്ഷണം കണ്ടിട്ട് നമുക്കത് ജോണ്ടീസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അതാണ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഓക്കെ, then second one, observation. Observation means എന്താണ് observation? ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ ഒബ്സർവേഷനിലാണ് എന്നൊക്കെ പറയില്ലേ നമ്മള്. പേഷ്യന്റിനെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി അല്ലെ, നിരീക്ഷണം അല്ലെങ്കിൽ നിരീക്ഷിക്കുക. ദി ആക്ഷൻ ഓഫ് ക്ലോസ്ലി മോണിറ്ററിംഗ് someone, അതായത് ഒരു വ്യക്തിയെ ആരെങ്കിലും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുക. അതായത് ഇപ്പൊ ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒബ്സർവേഷനിൽ കിടന്നിട്ട് ആൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യും, നിരീക്ഷിക്കും. ആണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, then consultation. Consultation എന്താണെന്ന് നോക്കാം. A meeting with an expert medical officer in order to seek advice എന്നാണ് പറയുന്നത്. ഒരു വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസർ ഉപദേശം തേടുന്നതിനായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച. അതായത് നമ്മൾ ഡോക്ടറെ പോയി കാണില്ലേ, അപ്പൊ അവരുടെ അഡ്വൈസും കാര്യങ്ങളൊക്കെ നേടാൻ വേണ്ടിയുള്ള ഒരു കൂടിക്കാഴ്ച, അതാണ് കൺസൾട്ടേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, then treatment. Treatment means നമുക്കറിയാം ചികിത്സ അല്ലെ. The medical care given to a patient for an illness or injury. അതായത് ഒരു മെഡിക്കൽ കെയർ പേഷ്യന്റിന് ഒരു അസുഖത്തിനോ അല്ലെങ്കിൽ ഒരു ഇഞ്ചുറിയോ ഒക്കെ സംഭവിച്ച ഒരു പേഷ്യൻസിന് ഒരു മെഡിക്കൽ കെയർ നൽകുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ചികിത്സ, നമ്മുടെ അസുഖം വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ഇഞ്ചുറി സംഭവിക്കുമ്പോഴോ നമ്മൾ എന്ത് ചെയ്യും, ട്രീറ്റ്മെന്റിന് വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകില്ലേ, അതാണ് ട്രീറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇന്റർവെൻഷൻ. എന്താണ് ഇന്റർവെൻഷൻ മീനിങ്? ഇന്റർവെൻഷൻ ഇടപെടൽ. ഓക്കെ, ഇതേ കമന്റ്സ് ഒക്കെ പെട്ടെന്ന് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്റർവെൻഷൻ മീൻസ് ഇടപെടൽ. നോക്കാം. ആക്ഷൻ taken to improve a medical disorder. Action taken to improve a medical disorder. അതായത് ഒരു മെഡിക്കൽ ഡിസോർഡർ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ. അതായത് പ്രോപ്പർ ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്താ പറയാ, ഒരു സ്മൂത്ത് ആയിട്ട് പോകാനായിട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം ഒരു സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടി ഇപ്പൊ മെഡിക്കൽ എന്തെങ്കിലും ഡിസോർഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഓർഡർ ആക്കി അതിലൊരു ഇടപെടൽ നടത്തുക. ഓക്കെ, then rehabilitation. Rehabilitation means എന്താണ് റീഹാബിലേഷൻ? പുനരധിവാസം അല്ലെ. ഓക്കെ, പുനരധിവാസം. എന്താണ് പുനരധിവാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റീഹാബിലേഷൻ നോക്കാം. ദി ആക്ഷൻ ഓഫ് restoring someone to health or normal life through training and therapy after illness. അല്ലെ, അതായത് നമുക്കിപ്പോ ഒരു രോഗത്തിന് എന്തെങ്കിലും ഒരു രോഗം വന്നു അല്ലെ, അപ്പോ രോഗത്തിന് ശേഷം നമുക്ക് എന്താ പറയാ, രോഗത്തിന് ശേഷം ഒരു പരിശീലനം നൽകുകയും ഒരു സാധാരണ ആ ഒരു ചികിത്സയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു വ്യക്തിയുടെ നമുക്ക് ആരോഗ്യത്തിലേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പിയിലൂടെയൊക്കെ ആരോഗ്യത്തിലേക്കും അല്ലെങ്കിൽ എന്താണ് സാധാരണ ആ പഴയ ഒരു ജീവിത അതിനകത്തോട്ട് ആളെ നമുക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് പുനഃസ്ഥാപിക്കുന്നതിനെയാണ് റീഹാബിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ തെറാപ്പി മീൻസ് ഫിസിയോതെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യൂലേ. ഇപ്പൊ ആക്സിഡന്റ് കേസസ് ഒക്കെ സംബന്ധിച്ച കേസസ് ഒക്കെ വരുമ്പോഴും അങ്ങനെയൊക്കെ ചെയ്ത് അതൊക്കെ ആ ഒരു ട്രെയിനിങ്ങിലൂടെയും അങ്ങനെയുള്ള കുറെ തെറാപ്പിയിലൂടെയും നമുക്ക് ആളെ പഴയ ജീവിതത്തിൽ നിന്ന് പുനരുദ്ധരിപ്പിക്കാൻ മീൻസ് പുതിയൊരു ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരിക. ഓക്കെ, അതാണ് റീഹാബിലേഷൻ. ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക. ഓരോന്നും എന്താണെന്നൊന്ന് ജസ്റ്റ് ചെറിയൊരു ഒരേ പോയിന്റ് വെച്ചല്ലേ തന്നിട്ടുള്ളൂ. അപ്പൊ അത് നിങ്ങൾ പഠിക്കുക കേട്ടോ. നോക്കാം, ഡയഗ്നോസിസ് എന്താണെന്ന് പഠിക്കുക, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്. നമ്മൾക്ക് ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് അധികം കൂടുതൽ നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് കാണാപ്പാടം പഠിക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല അല്ലെ. നമ്മൾക്ക് ജസ്റ്റ് ഡയഗ്നോസിസ് എന്താണെന്ന് നിങ്ങളുടെ നമ്മളുടെ ഓരോ ക്ലാസ് കേട്ടവർക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതി പാസ് ആവാൻ പറ്റും കേട്ടോ. വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ടോപ്പിക് അല്ലേ ഇത്. അപ്പൊ ഇതൊന്ന് പഠിക്കാം. ഓക്കെ, then objective of OPD.
ഒബ്ജക്റ്റീവ് മീൻസ് എന്താണ്? ലക്ഷ്യങ്ങൾ അല്ലെ? OPD എന്തൊക്കെയാണ് ഒരു OPDയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. നോക്കാം, 4 പോയിന്റ് ഉള്ളൂ. എല്ലാം വളരെ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ ഷോർട്ട് ആക്കിയാണ് തന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ നമുക്ക് എക്സ്ട്രാ നോട്ടിന്റെ ആവശ്യമില്ലല്ലോ. ഈ ഒരു ഇത്രയും കുഞ്ഞു നോട്ട് പഠിക്കുന്നതല്ലേ നിങ്ങൾക്ക് എളുപ്പം. ഓക്കെ, നോക്കാം. പ്രൊവൈഡിങ് ക്വാളിറ്റി ഓഫ് കെയർ അല്ലെ? നല്ലൊരു ക്വാളിറ്റി ഉള്ള കെയറുകൾ എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. Then second one, modern techniques for investigation and treatment. മോഡേൺ ടെക്നിക്സ് അല്ലെ? ഇപ്പൊ അന്വേഷണത്തിനും ഇൻവെസ്റ്റിഗേഷനും ട്രീറ്റ്മെന്റിനും ചികിത്സയ്ക്കും വേണ്ടി പുതിയ ആധുനിക തരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുക. ഫെസിലിറ്റീസ് ഫോർ ടോട്ടൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ മീൻസ് എന്താണ്? രോഗിയെ പൂർണ്ണമായിട്ടൊരു തൃപ്തിപ്പെടുത്തുന്നതിനുള്ള ഫെസിലിറ്റികൾ കൊണ്ടുവരിക. അതായത് മരുന്ന് സൗകര്യങ്ങളായാലും അവർക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തക്ക രീതിയിലുള്ള സൗകര്യങ്ങൾ, ഫെസിലിറ്റികൾ കൊണ്ടുവരിക. ഗുഡ് പബ്ലിക് റിലേഷൻ അല്ലെ? അതായത് നല്ലൊരു പബ്ലിക് റിലേഷൻ അവിടെ കീപ്പ് ചെയ്യുക. ഡോക്ടർ ആയാലും നഴ്സസ് ആയാലും ഈ പേഷ്യൻസിനോടും നല്ല രീതിയിലുള്ള ഒരു പബ്ലിക് റിലേഷൻ എന്ത് ചെയ്യുക? കീപ്പ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആയോ? നമ്മൾ ഇൻട്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു OPD എന്ന് പറഞ്ഞത് ഒരു പേഷ്യന്റ് അവരുടെ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന് ഡോക്ടറെ കണ്ടു വന്ന് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, മരുന്ന് വാങ്ങിച്ച് ചെയ്തു, വീട്ടിലേക്ക് പോയി. ഇനി അതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഡയഗ്നോസിസ്, രോഗനിർണയം, ഒബ്സർവേഷൻ, നിരീക്ഷണം, കൺസൾട്ടേഷൻ മീൻസ് നമ്മൾ ഡോക്ടറെ കാണുന്ന ദെൻ ട്രീറ്റ്മെന്റ്, ചികിത്സ, ദെൻ ഇന്റർവെൻഷൻ, ഇടപെടലുകൾ, റീഹാബിലിറ്റേഷൻ, പുനരധിവാസം. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റീവ്സ് ഓഫ് OPD, നല്ലൊരു ക്വാളിറ്റി ഉള്ള കെയർ നൽകുക. പിന്നെന്താ പറയുന്നത്? ചികിത്സയ്ക്കും അല്ലെങ്കിൽ മറ്റന്വേഷണങ്ങൾക്കും ആയിട്ട് എന്ത് ചെയ്യുക? മോഡേൺ ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുക. ദെൻ പേഷ്യന്റിന്റെ സംതൃപ്തി കൂട്ടാനായിട്ട് അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. ദെൻ ഗുഡ് പബ്ലിക് റിലേഷൻ, പേഷ്യൻസുമായിട്ടൊക്കെ ഒരു നല്ലൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു റിലേഷൻ ഇവര് കീപ്പ് ചെയ്യുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ, ദെൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഒബ്ജക്റ്റീവ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ തുടങ്ങി ഒബ്ജക്റ്റീവ് വരെ ജസ്റ്റ് ഒരു വട്ടം ഒന്ന് വായിക്കാം. വായിക്കുമ്പോൾ ഒരു പ്രാവശ്യം വായിക്കുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? മനസ്സിലാക്കാൻ പറ്റണം. ഓക്കെ, ആ ഒരു വായനയിലൂടെ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് അത് പഠിച്ചിരിക്കണം. ഓക്കെ, വായിച്ചോളൂ. ദെൻ ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന പോലെ മീനിങ് ഒന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോ ഇന്റർവെൻഷൻ മീൻ ഇടപെടൽ, റീഹാബിലേഷൻ പുനരധിവാസം. ഓക്കെ, ദെൻ ഒബ്സർവേഷൻ നിരീക്ഷണം നമുക്ക് അറിയാലോ, കൺസൾട്ടേഷൻ കൂടിക്കാഴ്ച, ട്രീറ്റ്മെന്റ് ചികിത്സ. എന്തെങ്കിലും എല്ലാവരും എഴുതണമെന്നില്ല കേട്ടോ. ഞാൻ അത്യാവശ്യം അങ്ങനെ ഇനിയിപ്പോ പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് എഴുതി വെച്ചോളൂ. ഓക്കെ, കംപ്ലീറ്റ് ആയില്ലേ? അപ്പോ ഇതുവരെ നോക്കിയാണല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ ഒബ്ജക്റ്റീവ് നോക്കി. ദെൻ നെക്സ്റ്റ് നോക്കാം. ദി സ്കോപ്പ് ഓഫ് OPD ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ഇനി OPD-യിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്കോപ്പുകൾ ഏതൊക്കെയാണ്? അവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, 4 പോയിന്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. കൺസൾട്ടേഷൻ, ഇൻവെസ്റ്റിഗേഷൻ, പ്രൊസീജിയർ, സ്പെഷ്യാലിറ്റി സർവീസസ്. നമുക്കറിയാം കൺസൾട്ടേഷൻ ഉണ്ട്, ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണങ്ങള്,
ദെൻ പ്രൊസീജിയേഴ്സ്, ഓരോരോ നടപടിക്രമങ്ങൾ. സ്പെഷ്യാലിറ്റി സർവീസസ്, സ്പെഷ്യൽ സർവീസസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓരോ ഹോസ്പിറ്റലുകളിലും അല്ലെ. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം, പ്രിവെന്റീവ് ആൻഡ് പ്രൊമോട്ടീവ് ഹെൽത്ത് കെയർ. ഹെൽത്ത് കെയറിന് എന്ത് ചെയ്യും, പ്രൊമോട്ടീവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ദെൻ ക്ലിനിക് വിച്ച് ഇൻക്ലൂഡ്, ഇനി ഓരോരോ ക്ലിനിക്കുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അവിടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഡയബറ്റിക് ക്ലിനിക്കുകൾ ഉണ്ടാവും അല്ലെ, പ്രത്യേകം ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ടിയുള്ള കാര്യങ്ങളും അവരുടെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ പ്രത്യേകം വരും. അങ്ങനെ ഡയബറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ആന്റിനേറ്റൽ. എന്താണ് ആന്റിനേറ്റൽ മീനിങ് അറിയോ? ആന്റിനേറ്റൽ ഓക്കെ, പ്രഗ്നൻസി പീരീഡിലെ ഒരു കെയറും കാര്യങ്ങളും അതിന്റെ ഒരു സ്പെഷ്യൽ ക്ലിനിക്കുകളും മറ്റും ചില ഹോസ്പിറ്റലിൽ അവൈലബിൾ ആണ്. ഓക്കെ, അറിയാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞു ഒന്ന് നോട്ട് ചെയ്തിട്ടേ കേട്ടോ. ആന്റിനേറ്റൽ എന്ന് പറഞ്ഞാല് പ്രഗ്നൻസി ടൈമില് ആ ഒരു കെയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, ദെൻ റിഹാബിലിറ്റേഷൻ സർവീസസ് നമ്മൾ പറഞ്ഞു, പുനരധിവാസ അങ്ങനെയുള്ള സേവനങ്ങൾ. ഫിസിയോതെറാപ്പി ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ ഒരു എക്സാമ്പിൾ പോലെ, ഫിസിയോതെറാപ്പി ഒക്കെ. ഓക്കെ, ഫിസിയോതെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി. ഒക്യുപേഷണൽ തെറാപ്പി മീൻസ് ഈ ഫിസിയോതെറാപ്പി ഒക്കെ പോലെ ഒരു മീൻസ് കൗൺസിലിംഗും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു തെറാപ്പി. ഓക്കെ, ദെൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതായത് ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന പഠനങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരിക. ഓക്കെ, അപ്പൊ ഇത്രയും സെക്ഷൻ ആണ് ഒരു ഒ പി ഡിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. പ്രഗ്നൻസി പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയാം കേട്ടോ, കെയറിംഗ് കൊടുക്കുന്ന ആ ഒരു സെക്ഷൻ. ഓക്കെ, ലൊക്കേഷൻ ഓഫ് ഒ പി ഡി. എവിടെയൊക്കെയാണ് ലൊക്കേഷൻ ആണ്? ഒ പി ഡിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കും? എപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെല്ലുമ്പോ അല്ലെങ്കിൽ ആ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആയിരിക്കില്ലേ ഒ പി എന്ന് പറയുന്നത് അല്ലേ? അല്ലെങ്കിൽ നമ്മള് മിക്ക ഹോസ്പിറ്റലിലും അങ്ങനെ തന്നെയാണ് അല്ലേ? നിങ്ങൾ പോയിട്ടില്ലേ? നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോ ഒ പി സെക്ഷനില് ഫസ്റ്റ് നമ്മള് ചീട്ട് എടുക്കുന്നത് ഇതെല്ലാം എവിടെയാണ്? ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കും അല്ലെ? അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലും തേർഡ് ഫ്ലോറിലൊന്നും ആകില്ല. ഒരു പേഷ്യന്റിനെ കൊണ്ടുവരുന്നത് നമ്മള് മാക്സിമം അത് ചിലപ്പോൾ ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ട് വരുന്നത് പെട്ടെന്ന് തന്നെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നാലേ അതിന് എളുപ്പം ചെയ്യാൻ പറ്റുള്ളൂ. സോ എവിടെയൊക്കെയാണ് ഈ ഒ പി ഡിയുടെ ലൊക്കേഷൻ നോക്കാം കേട്ടോ. ഓൺ ഗ്രൗണ്ട് ഫ്ലോറിലാണ്. ഷുഡ് ഷെയർ വിത്ത് ഐ പി ഡി. ഷുഡ് ഷെയർ വിത്ത് ഐ പി ഡി മീൻസ് എന്താണ്? ഷുഡ് ഷെയർ വിത്ത് ഐ പി ഡി. ഷെയർ ചെയ്തിരിക്കുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സുകളായിട്ടൊക്കെയാണ് കേട്ടോ. ഡയഗ്നോസ്റ്റിക്, രോഗനിർണയം, ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്പിക് ഫെസിലിറ്റീസ്. ഡയഗ്നോസ്റ്റിക് നമ്മൾ പറഞ്ഞു, ഇപ്പോ എന്താ പറയാ, അതായത് ഡയഗ്നോസ്റ്റിക് ഈ രോഗനിർണയങ്ങൾ, അതായത് ലാബുകളും ടെസ്റ്റുകളും അങ്ങനെയുള്ള കാര്യങ്ങളും. തെറാപ്റ്റിക് ഇതുപോലെയുള്ള ഫിസിയോതെറാപ്പിയോ എക്സ്റേയോ അങ്ങനെയുള്ള തെറാപ്റ്റിക് ഫെസിലിറ്റീസ് ഒക്കെ ഈ ഒരു ഐ പി ഡി ആയിട്ട് ഇൻക്ലൂഡഡ് ആണെന്ന്. അതായത് അവരുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു ഇതൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ഡിപ്പാർട്ട്മെന്റുകളും പിന്നെ അതുപോലെയുള്ള തെറാപ്റ്റിക് ഡിപ്പാർട്ട്മെന്റുകളും. ഓക്കെ, യൂണിഡയറക്ഷണൽ ഫ്ലോ മീൻസ് യൂണിഡയറക്ഷണൽ മീൻസ് എന്താണ്? യൂണി മോഡൽ, മൾട്ടി മോഡൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? യൂണി മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മൾട്ടി മോഡൽ, യൂണി മോഡൽ കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും പണ്ട് പഠിച്ചപ്പോൾ ഓർമ്മയുണ്ടോ? യൂണി എന്നുള്ള ടേം എന്താ പോയിന്റ് അർത്ഥം? യൂണി. മൾട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഒത്തിരി അല്ലെ, ഒന്നിലധികം എന്ന് പറയും. അപ്പൊ യൂണി എന്ന് പറഞ്ഞാല് ഒന്ന്. ഇവിടെ പറയുന്നത് യൂണി വൺ. ഓക്കെ, അപ്പൊ യൂണി ഡയറക്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോ മീൻസ് ഒരു ഫ്ലോ മീൻസ് ഒരു പ്രവാഹം എന്നൊക്കെ പറയാം അല്ലെ. വൺ ഡയറക്ഷൻ, അതായത് ഒറ്റ ഒരു ഡയറക്ഷൻ മീൻസ് താഴെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിലാണ് എല്ലാം ഒരേ ഡയറക്ഷനിൽ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നു. ഓക്കെ, ഇത്രയും മനസ്സിലാക്കി വെക്കാം കേട്ടോ. നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ലൊക്കേഷൻ ആ 4 എണ്ണം ബൈ ഹാർട്ട് ചെയ്തതിന് പഠിച്ചു വെക്കണം കേട്ടോ. സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ, അതായത് വിപുലീകരണത്തിന്റെ വ്യാപ്തി. അവിടെ നിന്നാണല്ലോ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും വിപുലീകരണങ്ങളും എക്സ്പാൻഷൻസ് ഒക്കെ ഉള്ളത്. ഓക്കെ, അപ്പോ 4 പോയിന്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണേ. കാരണം എക്സാമിന് ചിലപ്പോൾ കൂട്ടത്തിൽ പെടാത്തതൊക്കെ ചോദിക്കാം അല്ലെ, ഇതിനകത്ത് ഇൻക്ലൂഡഡ് അല്ലാത്തത്, അല്ലെങ്കിൽ ഒ പി ഡി ലൊക്കേഷൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വരാം അല്ലെ. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് പഠിക്കാം, ഇമ്പോർട്ടന്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്തിടാം കേട്ടോ. 4 എണ്ണം ഒന്ന് പഠിക്കാം. ഏതൊക്കെയാണെന്ന് ഗ്രൗണ്ട് ഫ്ലോർ വരും, പിന്നെ ഡയഗ്നോസ്റ്റിക്കും തെറാപ്പിക്കും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. യൂണി ഡയറക്ഷണൽ ഫ്ലോ വരുന്നു. യൂണി ഡയറക്ഷണൽ ഫ്ലോ, സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. ഓക്കെ, 4 എണ്ണം പഠിക്കണം. ഓക്കെ, പ്രത്യേകം ഞാൻ പറയണം കേട്ടോ, പഠിക്കണം. ഓക്കെ, ഒരു ടേബിൾ ആണ് നമുക്ക് തന്നിരിക്കുന്നത്.
പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. ഒരു ഹോസ്പിറ്റലിനുള്ളിൽ കുറച്ച് സെക്ഷനുകളാണ്. അപ്പൊ ഓരോ സെക്ഷനുകളിലും ഏതൊക്കെയാണ് വരുന്നത് എന്നാണ് ടേബിളായി തന്നിരിക്കുന്നത്. കുറെയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. അത്യാവശ്യം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവരൊക്കെ തന്നെയാണല്ലോ. നമ്മൾക്കോ അല്ലെങ്കിൽ വിസിറ്റ് ചെയ്യാനോ മീൻസ് നമ്മളുടെ മക്കൾക്കോ ആർക്കൊക്കെ വേണ്ടിയൊക്കെ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകാറില്ലേ അല്ലെ. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് കുറെ കാര്യങ്ങൾ ഇതിനകത്ത് അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമുക്ക് പേഷ്യന്റ് ഏരിയ നോക്കാം. ഇതും പ്രാധാന്യം കൊടുത്ത് പഠിക്കുന്ന ഒരു ടേബിൾ ആണ്. കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷനുകളാണ് നമ്മൾ ഇനി എടുത്തു പോകുന്നത്. ഓക്കെ, അപ്പോ പേഷ്യന്റ് ഏരിയയിൽ വരുന്നത് എന്തൊക്കെയാണെന്ന് കേട്ടോ. ഏതൊക്കെ സെക്ഷനാണ് പേഷ്യന്റ് ഏരിയയിൽ വരുന്നത്? നമ്മൾ ചെല്ലൂലേ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ എന്താ പറയാ പേഷ്യന്റിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഏരിയകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് എൻട്രൻസിലല്ലേ നമ്മൾ വരുന്നത് ആദ്യം. അപ്പോ എൻട്രൻസ്, റിസപ്ഷൻ. നമ്മൾ റിസപ്ഷനിൽ വരുന്നു, നമ്മൾ ഡൗട്ട്സുകൾ ചോദിക്കുന്നു, നമ്മൾ അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ എടുക്കും അല്ലെ. രജിസ്ട്രേഷൻ, നമ്മളുടെ പേര് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണ്ടേ. റെക്കോർഡ് റൂം മീൻസ് ഇതുപോലെ നമ്മളുടെ കാര്യങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതും അങ്ങനെയുള്ള ഒരു ചെറിയൊരു റൂം പോലെയുള്ളത്. വെയിറ്റിംഗ് ഏരിയ, ഡോക്ടറെ കാണാനൊക്കെ വെയിറ്റ് ചെയ്തൊക്കെ നമ്മൾ നിൽക്കാറില്ലേ, വെയിറ്റിംഗ് ഏരിയ. സ്റ്റാഫ് ബാർ എന്ന് ഉദ്ദേശിക്കുന്നത് ചെറിയൊരു എന്തെങ്കിലും കോഫിയും മറ്റു ചെറിയൊരു ലഘുഭക്ഷണശാലകളൊക്കെ പറയാം. ATM പേഷ്യന്റ് എക്സെട്ര. ഇപ്പൊ ATM പേഷ്യൻസ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ അതെല്ലാം ഒരു പേഷ്യന്റിന്റെ ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, പേഷ്യന്റ് ഏരിയ കുഴപ്പമില്ലല്ല, നമ്മളുടെ ഏരിയ അല്ലേ, നമുക്കറിയാവുന്ന കാര്യമല്ലേ, വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. ക്ലിയർ ആയോ? പേഷ്യന്റ് ഏരിയ ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, നമ്മൾ നിൽക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാണോ ഹോസ്പിറ്റലില് അത് മാത്രം നിങ്ങൾ ആലോചിക്കുക. ഈ ടേബിൾ നോക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി നമ്മൾ എവിടെയൊക്കെ നിൽക്കുമ്പോയിട്ട് വെയിറ്റിംഗ് ഏരിയ നിൽക്കും. ആദ്യം എൻട്രൻസിൽ വരും, റിസപ്ഷൻ എടുക്കും, രജിസ്ട്രേഷൻ ചെയ്യും, വല്ല കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ കോഫിയൊക്കെ കുടിക്കും. ഓക്കെ, ക്ലിയർ ആയില്ലേ? അത്രേ ഉള്ളൂ കാര്യം. നിങ്ങള് ഭയങ്കര ബൈഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പൊ പേഷ്യന്റ് ഏരിയ ക്ലിയർ ആയി. ഓക്കെ, സെക്കൻഡ് നോക്കാം. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, അതായത് കുറച്ച് ഭരണനിർവഹണ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ്? അവിടെ നമുക്ക് വലിയ സ്ഥാനമില്ല അല്ലെ, നമുക്ക് വലിയ റോളൊന്നും ഉണ്ടാവില്ലല്ലോ. പേഷ്യന്റിന് നമ്മളുടെ റോളില്ല. അപ്പൊ ബാക്കി വരുന്ന കുറച്ച് ചുമതലകളൊക്കെ ഉള്ള ആളുകളുടെ ഏരിയ എവിടേക്കായിരുന്നു നമുക്ക് നോക്കാം. അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, അവരുടെ ഒരു ഓഫീസ്. പബ്ലിക് റിലേഷൻ ഓഫീസ്, PRO അതിന്റെ ഓഫീസ്. അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോർ റൂം. ഇത്രയുമാണ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ ഉൾപ്പെടുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് ഉണ്ട്, പബ്ലിക് റിലേഷൻ ഓഫീസ് ഉണ്ട്, അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട് ആൻഡ് സ്റ്റോർ റൂം. ക്ലിനിക്കൽ ഏരിയ എന്ന് പറഞ്ഞാൽ ചികിത്സ ചെയ്യുക, ട്രീറ്റ്മെന്റ് നടക്കുക ഒരു ഏരിയകളൊക്കെയാണ് ക്ലിനിക്കൽ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക് ആൻഡ് റേഡിയോളജി. ഓക്കെ, ഇത്രയും ഡിപ്പാർട്ട്മെന്റ് ആണ് ചികിത്സ നടക്കുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സുകൾ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ക്ലിനിക്കൽ ഏരിയ എന്ന് ഉദ്ദേശിക്കുന്നത്. കൺസൾട്ടേഷൻ, എക്സാമിനേഷൻ, ഡ്രസ്സിംഗ് റൂമുകള്, ഫിസിയോതെറാപ്പി ആൻഡ് ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഓക്കെ, ക്ലിയർ ആയോ? ടേബിള് ഇമ്പോർട്ടന്റ് ആണ്, പ്രാധാന്യം കൊടുത്ത് തന്നെ പഠിക്കാം. പേഷ്യന്റ് ഏരിയ നമുക്കറിയാലോ, നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് എന്താണ്? കുറച്ച് പദവിയിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇല്ലേ ഹോസ്പിറ്റലിലെ, അവരുടെ ഒരു ഏരിയ. ക്ലിനിക്കൽ നമുക്കറിയാം, ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും നൽകുന്ന ഏരിയയൊക്കെ ആണെങ്കിൽ അതെന്തായിരിക്കും? ക്ലിനിക്കൽ ഏരിയ. എക്സാമിന് ഓരോന്നും നിങ്ങളോട് എടുത്തു ചോദിക്കും. ചിലപ്പോ എന്താണ് നോട്ട് ഫോളോയിങ് അണ്ടർ ദ ക്ലിനിക്കൽ ഏരിയ, ക്ലിനിക്കൽ ഏരിയയിൽ വരാത്തത് ചോദിക്കാം, അല്ലെങ്കിൽ ക്ലിനിക്കൽ ഏരിയയിൽ ഉൾപ്പെടുന്നത് ഏതാണെന്ന് ചോദിക്കാം. സോ ഇതെല്ലാം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ടേബിള് ഇമ്പോർട്ടന്റ് ആണ്. ഏരിയ ഓഫ് OPD, അതുപോലെ തന്നെയാണ് ലൊക്കേഷൻ എന്ന് പറഞ്ഞത്. ടേബിള് ക്ലിയർ ആയോ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു പോർഷൻ ആണ്. ഓക്കെ, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ നിങ്ങൾക്ക്? വേറെ ബുദ്ധിമുട്ടില്ലല്ലോ? സൗണ്ടില് ക്ലിയർ ആണോ പറയുന്നത്? ഓക്കെ, ചെറിയ പ്രോബ്ലം ഉണ്ട്, സൗണ്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഓക്കെ, മാക്സിമം ഞാൻ പറയുന്നുണ്ട്. എന്തെങ്കിലും ഇനി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, വോയിസ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മള് ഒരു ടേബിൾ നോക്കി അല്ലെ, പേഷ്യന്റ് ഏരിയയോ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ക്ലിനിക്കൽ ഏരിയ. ഓക്കെ, അത്രയും ഭാഗം ഒന്ന് വ്യക്തം ഒന്ന് വായിച്ചു നോക്കൂ. സ്കോപ്പ് തുടങ്ങി,
ദെൻ ഇപ്പൊ നമ്മളെടുത്ത ടേബിൾ വരെ കേട്ടോ. പെട്ടെന്ന് തന്നെ ഒന്ന് വായിച്ചു നോക്കാം. വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഓരോന്ന് നിങ്ങൾ മൈൻഡിൽ അപ്പൊ തന്നെ നിങ്ങൾ വായിക്കുമ്പോൾ അത് മൈൻഡിൽ അപ്പൊ തന്നെ നമ്മുടെ മനസ്സിൽ ഓരോന്ന് തറവായിട്ട് തന്നെ വായിച്ചു പോകാം കേട്ടോ. അപ്പൊ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പഠിക്കാൻ. ടേബിള് ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കാം. സൈഡില് ഇമ്പോർട്ടന്റ് എന്ന് എഴുതിയിടാം കേട്ടോ. ആന്റിനേറ്റൽ മീൻസ് പ്രഗ്നൻസി പീരീഡിലുള്ള ഒരു കെയറിങ്ങും കാര്യങ്ങളും കേട്ടോ. പ്രഗ്നൻസിക്ക് വേണ്ടി മാത്രമുള്ള കെയറിങ്ങും കാര്യങ്ങളും. ഓക്കെ, ടേബിള് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ ഏരിയകളും ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ആയോ? വായിച്ചോ എല്ലാവരും? ഓക്കെ, അതുവരെ വലിയ പ്രശ്നമില്ലല്ലോ. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ബുദ്ധിമുട്ടില്ലല്ലോ? ബുദ്ധിമുട്ടില്ലാന്ന് തന്നെ പറയാം അല്ലെ. ചെറിയ കുഞ്ഞു പോർഷനാണ്, നമുക്ക് സ്വയം നിങ്ങൾക്ക് വായിച്ചെടുക്കാവുന്ന ഒരു പോർഷനേ ഉള്ളൂ. ഓക്കെ, ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഒരു ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിക്കാറില്ലേ ഫ്ലോ ചാർട്ടുകൾ വരച്ച്? അതുപോലെ ഒരു ഫ്ലോ ചാർട്ട്. അതായത് ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയന്റ് ഇൻ OPD. നമ്മൾ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഒരു ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. നമ്മള് ഇനി ഫ്ലോ ചാർട്ട് നോക്കണ്ട. നമ്മൾ ഓരോരുത്തരും ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കാര്യം ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. നമ്മള് ഹോസ്പിറ്റലിൽ പോയി അല്ലെ, പോയിട്ട് ആദ്യം എന്ത് ചെയ്യും? എൻക്വയറി ചെയ്തു ചോദിച്ചു, നമുക്ക് കാണേണ്ട ഡോക്ടർ ഇതുണ്ടോ, അവൈലബിൾ ആണോ ചോദിച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്തു? രജിസ്ട്രേഷൻ എടുത്തു, അഡ്മിഷൻ എടുത്തു. ആള് ടോക്കൺ നമ്പർ ഒക്കെ തന്നു. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ ഓടിപ്പോയിട്ട് കയറാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വെയിറ്റ് ചെയ്തിരുന്നു, വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നു. ദെൻ എന്ത് ചെയ്തു? ഡോക്ടർ വന്നു, കൺസൾട്ടിംഗ് റൂമിലേക്ക് പോയി. കൺസൾട്ടിംഗ് റൂമിൽ പോയി ഇൻവെസ്റ്റിഗേഷൻ എടുത്തും മറ്റു ഫെസിലിറ്റീസുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. ദെൻ അത് കഴിഞ്ഞപ്പോ ഡോക്ടർ മരുന്ന് എഴുതുമല്ലോ. അപ്പൊ നമ്മൾ എങ്ങോട്ട് പോകും? ഫാർമസിയിലേക്ക് പോയി. ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിച്ചു. നമ്മൾ എന്ത് ചെയ്തു? തിരികെ വീട്ടിലേക്ക് പോയി. ഔട്ട് പേഷ്യന്റ് ആണ്, നമ്മൾ അഡ്മിറ്റഡ് ആയിട്ടില്ല, വീട്ടിലേക്ക് പോവുകയാണ്. അപ്പൊ എന്ത് ചെയ്തു? എക്സിറ്റ് ചെയ്തു. ഇത്രയുള്ള ഒരു ഫ്ലോ ചാർട്ട് വരുന്നത്. നോക്കിയ നിങ്ങള് എൻക്വയറി പോയി, രജിസ്ട്രേഷനിൽ ചെന്നു. ദെൻ നമ്മൾ അവിടെ നിന്ന് അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എടുത്തു, വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു? കൺസൾട്ടന്റ് റൂമിലേക്ക് പോയി. ഇൻവെസ്റ്റിഗേഷൻസും അതൊക്കെ നമ്മൾ ഡോക്ടറെ കണ്ടു. ദെൻ ഡോക്ടറെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫാർമസി പോയി, മെഡിസിൻ വാങ്ങിച്ചു. ദെൻ എക്സിറ്റ് ചെയ്ത് പോയി. പഠിച്ചില്ലേ എല്ലാവരും? പഠിച്ചോ? പഠിച്ചില്ല ഇപ്പൊ എല്ലാവരും? ഇനി പഠിക്കാത്തവരുണ്ടാരെങ്കിലോ? ഇത് കഴിയുമ്പോൾ ഞാൻ ചോദിക്കുമ്പോ എല്ലാവരും പെട്ടെന്ന് ആൻസർ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം ഇത് പഠിക്കുന്നത് ഈ ഫ്ലോ ചാർട്ട് നോക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, എൻക്വയറി പോയി, എന്ത് ചെയ്തു? രജിസ്ട്രേഷൻ ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? അപ്പോയിന്റ്മെന്റ് എടുത്തു, ടോക്കൺ എടുത്തു, വെയിറ്റ് ചെയ്തിരുന്നു. ദെൻ നമ്മള് ഡോക്ടറെ കണ്ടു അല്ലെ. കൺസൾട്ടേഷൻ റൂമിൽ പോയി ഡോക്ടറെ കണ്ടു, നമ്മളൊക്കെ ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തു. ദെൻ എന്ത് ചെയ്തു? മരുന്ന് എഴുതി, ഫാർമസിയിൽ പോയി മരുന്ന് വാങ്ങിച്ചു, എക്സിറ്റ് ചെയ്തു. ഇത്രയുള്ളൊരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇത്ര സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് പഠിച്ചോ എല്ലാവരും? ഫ്ലോ ചാർട്ട് ഇപ്പൊ തന്നെ പഠിച്ചില്ലേ? വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, എളുപ്പമാണ് അല്ലെ? ഈ പഠിച്ചില്ലെങ്കിലും നമ്മൾ പോയ കാര്യം ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. എക്സാമിന് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ
അയ്യോ അത് ഞാൻ പഠിച്ചില്ലെങ്കിൽ വിഷമിക്കണ്ട, നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പോയ കാര്യം ഒന്ന് ആലോചിക്കാം. ഓക്കെ, നമ്മളുടെ നിത്യ ജീവിതത്തിലെ നമ്മൾ ഓരോ ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യമില്ലേ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു കേസ് അല്ലെ. നമ്മളെപ്പോഴും ആർക്കായാലും നമുക്ക് എപ്പോഴായാലും ഹോസ്പിറ്റലിൽ പോകേണ്ടതായിട്ടൊരു സാഹചര്യം ഉണ്ട് അല്ലെ. ആരും ഹോസ്പിറ്റലിലോട്ട് തന്നെ പോകാതിരുന്നിട്ടൊന്നുണ്ടാവില്ല അല്ലെ. എന്തെങ്കിലും ചെറിയ ചെറിയ കാരണങ്ങളായാലും നമ്മൾ പോകാറുണ്ട്. സോ നമ്മൾ ആ പോകുന്ന ഒരു കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പോ ഒരു ഫ്ലോ പാറ്റേൺ ആണ് പറഞ്ഞത്, ഫ്ലോ ചാർട്ട്. ദെൻ അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടോ, അവിടെ വരെ എത്തി, നമ്മള് ഹോസ്പിറ്റലിൽ പോയി, നമ്മള് മരുന്ന് വാങ്ങിച്ച് വീട്ടിലേക്ക് പോയി. ഓക്കെ, ദെൻ ഇത് നമ്മൾ നോക്കുന്നത് എക്യുപ്മെന്റ്സ്, അതായത് ഉപകരണങ്ങൾ. കുറെ ഉപകരണങ്ങളൊക്കെ ആശുപത്രിയിൽ കണ്ടിട്ടുണ്ട് അല്ലെ. കുറെയൊക്കെ നമുക്ക് പേരറിയാം, ചില ചെറിയ ചെറിയ സാധനങ്ങളുടെയൊക്കെ പേരറിയാം അല്ലെ. എല്ലാ ഉപകരണങ്ങളുടെയും പേരുകൾ നിങ്ങൾക്ക് അറിയാമോ? ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത് അറിയാമോ? ഇല്ല അല്ലെ. ഓക്കെ, നമുക്കറിയില്ല. നമുക്ക് കുറെ സംഭവങ്ങളുടെ പേരൊക്കെ നമുക്ക് അറിഞ്ഞൂടാത്തുണ്ട്. ചെറിയ 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 കുഞ്ഞു കുഞ്ഞു ഉപകരണങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കറിയാം അല്ലെ. ഓക്കെ, ദെൻ നമുക്കറിയാം തെർമോമീറ്റർ അല്ലെ, അതൊക്കെ എല്ലാവർക്കും അറിയാം. ബി പി നോക്കണതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാൻ പറ്റും. പക്ഷെ കുറച്ച് വലിയ വലിയ സംഭവങ്ങളൊന്നും നമുക്കറിയാൻ സാധ്യതയില്ല. ഓക്കെ, നമ്മൾ ഇനി ഇതൊക്കെ പഠിക്കാൻ പോണേ കേട്ടോ. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ ഇനി ഹോസ്പിറ്റലിലെ ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചെല്ലുമ്പോൾ ഈ മെഷീൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് കാണുമ്പോൾ ഇത് ഇന്ന എക്യുപ്മെന്റ് ആണ് കേട്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ പറയാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എക്യുപ്മെന്റ്. ഇവിടെ നമുക്ക് പ്രത്യേകം ഓരോ വിഭാഗത്തിന് വേണ്ടി എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സുകൾ വേണ്ടതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് നോക്കി നിങ്ങൾ ഡയഗ്നോസ്റ്റിക്, അതായത് രോഗനിർണയത്തിന് വേണ്ടി, രോഗം തെളിയിക്കുന്നതിന് വേണ്ടി, എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള കുറച്ച് ഉപകരണങ്ങള്. ദെൻ തെറാപ്റ്റിക് ആയിട്ടുള്ളത്, തെറാപ്റ്റിക് മീൻസ് നമ്മളത് എന്താ പറയാ, ഒരു കുറച്ച് മെഷീൻസ് പോലത്തെ ഒരു ഉപകരണങ്ങള്. ദെൻ മോണിറ്ററിങ് അറിയാലോ, സിസ്റ്റത്തില് നമ്മളുടെ ശരീരത്തില് ECG ഒക്കെ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഘടിപ്പിച്ചുകൊണ്ട് മോണിറ്ററിംഗിൽ കാണുന്നതാണ് മോണിറ്ററിംഗിൽ ഉൾപ്പെടുന്നത്. ദെൻ ഇൻസ്ട്രുമെന്റ്സ്, മറ്റു ഉപകരണങ്ങള്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഡയഗ്നോസ്റ്റിക് നോക്കാം കേട്ടോ. ഡയഗ്നോസ്റ്റിക്കിൽ നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. BP അപ്പാരറ്റസ്, BP നോക്കില്ലേ, BP നോക്കുന്ന സാധനം നമ്മുടെ കയ്യിലൊക്കെ ടൈറ്റ് ചെയ്ത് കെട്ടി BP നോക്കില്ലേ, ആ ഒരു മെഷീൻ. ദെൻ എൻഡോസ്കോപ്പ്. എന്താണ് എൻഡോസ്കോപ്പ്? എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ട് അല്ലെ. കേട്ടിട്ടില്ലേ? സംഭവം എന്താണെന്ന് അറിയില്ലെങ്കിലും എൻഡോസ്കോപ്പ് എന്നുള്ളൊരിത് കേട്ട് കാണുമല്ലോ. ഓക്കെ, എൻഡോസ്കോപ്പ് എന്താണ് ആർക്കെങ്കിലും അറിയാമോ? അത് കമന്റ് ചെയ്യണേ അറിയാവുന്നവരെ. എൻഡോസ്കോപ്പ് ആർക്കറിയില്ല എൻഡോസ്കോപ്പ്? നമ്മള് വയറിനുള്ളില് ഒരു ട്യൂബ് പോലെ ഇട്ടിട്ട് വയറിനുള്ളില എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇതാണ് ഈ എൻഡോസ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അറിയാം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അറിയാം, കമന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞല്ലോ. ട്യൂബ് ഇട്ടിട്ട് വയറിനുള്ളില് പരിശോധിക്കുന്നതാണ് ഈ എൻഡോസ്കോപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ എൻഡോസ്കോപ്പ് അറിയാത്തവരാണെങ്കിൽ താഴെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. ചെറിയതായിട്ട് ആ ടേബിളിന്റെ താഴെ തന്നെ എഴുതി വെക്കാം. എൻഡോസ്കോപ്പ് വയറിനുള്ളില്ല ട്യൂബുകളിൽ കൂടി ട്യൂബ് ഇട്ടിട്ട് പരിശോധിക്കുന്നത്. എഴുതി വെച്ചോളൂ കേട്ടോ അറിയാത്തവരാണെങ്കിൽ. ഇപ്പൊ തന്നെ എഴുതി വെച്ച് പോയിക്കോളൂ കേട്ടോ. എൻഡോസ്കോപ്പ് എന്ന് എഴുതിക്കൊണ്ട് വയറിനുള്ളിൽ ട്യൂബ് കടത്തിവിട്ടിട്ടുള്ള പരിശോധന. ഓക്കെ, ദെൻ പോർട്ടബിൾ എക്സ്റേ തന്നെയില്ലേ പോർട്ടബിൾ ആയിട്ടുള്ള ചെറിയ കൊണ്ട് നടന്ന് എക്സ്റേ എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അതായത് കിടപ്പ് രോഗികൾക്ക് അവിടെ പോയിട്ട് നമുക്ക് എക്സ്റേ ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ പോർട്ടബിൾ ചാർജർ എന്നൊക്കെ പറയില്ലേ, നമ്മൾക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന ചെറിയ ടൈപ്പിലുള്ള ചാർജർ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതുപോലെ തന്നെയാണ് ഈ പോർട്ടബിൾ മീൻസ് പോർട്ടബിൾ എക്സ്റേ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ പോർട്ടബിൾ USG. എന്താണ് USG എന്ന് പറഞ്ഞാല്? പോർട്ടബിൾ USG ഓക്കെ അറിയാവുന്ന
അൾട്രാസൗണ്ട് മെഷീനാണ് അല്ലെ. USG മീൻസ് ഒരു അൾട്രാസൗണ്ട് മെഷീൻ. ഇതുപോലെ അൾട്രാസൗണ്ട് നമ്മുടെ ശരീരത്തിൽ ഇതാക്കിക്കൊണ്ട് ഓരോ ടെസ്റ്റുകളും കണ്ടുപിടിക്കുന്നതൊക്കെ ഒരു സൗകര്യമുള്ളത്. ഓക്കെ, പോർട്ടബിൾ USG ഇതൊക്കെയാണ് രോഗനിർണയത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. കണ്ടുപിടിക്കാനായിട്ടുള്ള മെഷീൻസ് കാര്യങ്ങളാണ് കേട്ടോ. ദെൻ എക്കോ, നമ്മൾ എക്കോ ടെസ്റ്റ് ചെയ്യില്ലേ, PC പോലെ തന്നെ നമ്മുടെ എക്കോ ടെസ്റ്റ് ചെയ്യുന്നത് ഹൃദയത്തിന്റെ ഇതൊക്കെ. ഓക്കെ, അപ്പോ ഡയഗ്നോസ്റ്റിക്കിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്. ദെൻ തെറാപ്റ്റിക്കിൽ വരുന്നത്, തെറാപ്റ്റിക്കിൽ മീൻസ് ഈ ക്വസ്റ്റ്യൻ മെഷീൻ പോലത്തെ സംഭവങ്ങളില്ലേ, അതൊക്കെയാണ് തെറാപ്റ്റിക്കിൽ ഉൾപ്പെടുന്നത് കേട്ടോ. നെബുലൈസർ, നെബുലൈസർ അറിയാലോ, നമുക്ക് കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഇതുപോലെ തന്നെ ചുമ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരില്ലേ. അതായത് നെബുലൈസേഷൻ ഒരു മെഷീൻ ഒരു മരുന്നൊക്കെ കഴിച്ചിട്ട് മരുന്ന് ഒഴിച്ചിട്ട് നെബുലൈസേഷൻ ചെയ്യൂലേ, ഈ പിള്ളേരൊക്കെ വിട്ടുമാറാത്ത ചുമയും കഫക്കെട്ടും അങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നെബുലൈസേഷൻ ഒക്കെ ചെയ്യും അല്ലെ. ഓരോരുത്തരുടെ വീട്ടിൽ നിന്നൊക്കെ കമന്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒട്ടുമിക്കവരുടെ വീട്ടിലും നെബുലൈസേഷന്റെ നെബുലൈസർ മെഷീൻ കാണും അല്ലെ. കുഞ്ഞു മക്കൾക്കൊക്കെ എപ്പോഴും നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് നെബുലൈസേഷൻ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ നമുക്ക് തന്നെ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റോട് കൂടി ആ ഒരു മെഡിസിൻ ഒക്കെ വാങ്ങിച്ച് അതിനൊരു അളവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാം അല്ലെ. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറച്ചു പേരുടെ വീട്ടിലെങ്കിലും ഈ നെബുലൈസർ മെഷീൻ ഉണ്ടാവും അല്ലെ. ഉണ്ടോ? ഓക്കെ, കുറച്ചു പേരുടെ വീട്ടിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ലത് നമുക്ക് കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്കൊക്കെ ഒത്തിരി ഉപകാരമുള്ള ഒരു ഇത് തന്നെയാണ്. കാരണം നമുക്ക് പെട്ടെന്നൊരു വയ്യായ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ രാത്രി അങ്ങനെ ബുദ്ധിമുട്ടല്ലേ, ഹോസ്പിറ്റലിൽ എപ്പോഴും പോയിട്ട് ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ട് കേട്ടോ. കമന്റ് വരുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. പക്ഷെ അതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു എന്താ പറയുക ഒരു എക്യുപ്മെന്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ, ലാറിംഗോസ്കോപ്പ്, ലാറിംഗോസ്കോപ്പ് കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ട് കേൾക്കണേണോ എല്ലാവരും? കേട്ടിട്ടില്ല? ഓക്കെ ഓക്കെ, ലാറിംഗോസ്കോപ്പ് മീൻസ് നമ്മളുടെ തലയുടെയും, അതായത് തലയുടെയും കഴുത്തിന്റെയും അല്ലെ, തലയുടെയും കഴുത്തിന്റെയും തകരാറുകളൊക്കെ കണ്ടെത്തുന്നത്. ഇപ്പൊ തലയുടെയോ അല്ലെങ്കിൽ ഇവിടെയുള്ള നമ്മളുടെ ഈ മീൻസ് അതായത് കഴുത്തിന്റെ എല്ലുകൾക്കോ അങ്ങനെ തേയ്മാനോ അങ്ങനെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതിനും ചികിത്സയ്ക്കുന്നതിനുള്ള ഒരു ചികിത്സാ രീതിയാണ് ലാറിംഗോസ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളുടെ ഇത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടയിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളുടെ വോയിസ് ബോക്സിൽ നമ്മളുടെ എല്ലാവരിതിലേക്ക് നോക്കാനായിട്ട് ഡോക്ടർമാര് ചിലപ്പോൾ ഒരു ചെറിയൊരു ഉപകരണം ഉപയോഗിക്കും. ഒരു കുഞ്ഞു മെഷീൻ പോലത്തെ ഒരു സംഭവമാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഈ പ്രക്രിയ. അതിനെയാണ് നമ്മൾ ഈ ലാറിംഗോസ്കോപ്പ് എന്ന് പറഞ്ഞത്. അതായത് നമ്മളുടെ തലയിലും അല്ലെങ്കിൽ കഴുത്തിലും വരുന്ന ബുദ്ധിമുട്ടുകൾ തകരാറുകൾ ഉണ്ടെങ്കിൽ അതിനെ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ചെറിയൊരു ഉപകരണമാണ് ലാറിംഗോസ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അറിയാത്തവരാണെങ്കിൽ എഴുതി വെച്ചോളൂ. ലാറിംഗോസ്കോപ്പ് താഴെ സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. നോട്ട്ബുക്കിൽ എഴുതണമെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതാം. കഴുത്തിനും തലയുടെയും കഴുത്തിന്റെയും തകരാറുകള് കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനുമായിട്ടുള്ള ഒരു ചികിത്സാ രീതി ആണ് ലാറിംഗോസ്കോപ്പ്. ഓക്കെ, തലയുടെയും കഴുത്തിന്റെയും തകരാറ് കണ്ടുപിടിക്കുന്ന ഉപകരണം. എഴുതി വെച്ചാ എല്ലാവരും തന്നെ എഴുതിക്കോളൂ. നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും വേറെ പഠിക്കാനൊന്നും ഇല്ല. നമ്മൾക്ക് ആ മെഷീൻസ് എക്യുപ്മെന്റ് മാത്രം പഠിക്കാനല്ലേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊക്കെ വേണ്ട. സംഭവം എന്താണെന്നത് മനസ്സിലാവുന്ന രീതിയിലൊന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം ബ്രോങ്കോസ്കോപ്പ്. എന്താണ് ബ്രോങ്കോസ്കോപ്പ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ക്ലാസ്സില്. ഏതിലായിരുന്നു? ബ്രോങ്കോസൈറ്റ് പഠിച്ചിട്ടില്ലേ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? ഓക്കെ, ഏതിലായിരുന്നു പഠിച്ചത്? ഓർമ്മയുണ്ടോ നോക്കട്ടെ, ഏതിലായിരുന്നു? ഓർമ്മയുണ്ടോ? നിങ്ങൾ ആരും ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കുന്നില്ലേ? ഏതിലായിരുന്നു? ബ്രോങ്കോസൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു ചാപ്റ്ററിൽ നമ്മള്. ഓർമ്മയുണ്ടോ? 2 ടൈപ്പ് അഡ്മിഷനിൽ വരുന്ന കുറച്ച് എക്സാമ്പിളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. ഇപ്പൊ ഓർമ്മ കിട്ടിയോ എവിടെയെങ്കിലും? എമർജൻസി അഡ്മിഷൻ ആൻഡ് റൊട്ടീൻ അഡ്മിഷൻ ഓർമ്മയുണ്ടോ? IPDയിലെ എമർജൻസി അഡ്മിഷനും റൊട്ടീൻ അഡ്മിഷനും പഠിച്ചായിരുന്നു. ആർക്കും ഓർമ്മയില്ല? ഓക്കെ, IPD നിങ്ങൾ കമന്റ് ഇടുന്നുണ്ടോ? റൊട്ടീൻ അഡ്മിഷനിൽ വരുന്നൊരു എക്സാമ്പിൾ ആയിരുന്നോ ബ്രോങ്കോസൈറ്റ് എന്ന് പറഞ്ഞത്? അത് ഓർമ്മയുണ്ടോ?
കുറച്ചു പേർക്കെങ്കിലും ഓർമ്മയുണ്ട് കേട്ടോ. ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോഴാണ് ഇപ്പൊ നിങ്ങൾക്ക് IPD എന്ന് ഓർമ്മയുണ്ട് എല്ലാവർക്കും, പക്ഷെ ഇത് ഓർമ്മയില്ല അല്ലെ. റൊട്ടീൻ അഡ്മിഷനിൽ വരുന്ന ഒരു എക്സാമ്പിൾ ആണ് ബ്രോങ്കോസൈറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് ബ്രോങ്കോസൈറ്റ് മീൻസ്? വിട്ടുമാറാത്ത ചുമ അങ്ങനെയുള്ളതൊക്കെ അല്ലെ. അപ്പൊ ഇവിടെ ബ്രോങ്കോസ്കോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് കമന്റ് ഇട്ടിട്ടുണ്ട് ടു എക്സാമിൻ ബ്രോഞ്ചസ് അല്ലെ. അതായത് നമ്മൾ ഈ ശ്വാസകോശങ്ങളും അല്ലെങ്കിൽ വാൽവുകളിലുള്ള പരിശോധിക്കാനായിട്ട് ഡോക്ടർമാർ ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. ശ്വാസകോശത്തിലെയും വാൽവുകളിലെയും പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടി കേട്ടോ. അപ്പൊ ഇതൊരു പൾമണോളജിസ്റ്റ് ആണ് ഇങ്ങനെ ബ്രോങ്കോസ്കോപ്പ് ഒക്കെ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ശ്വാസകോശ വിദഗ്ധരായിരിക്കുമല്ലോ ഇങ്ങനെയുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നേരത്തെ ഒരു ചെറിയൊരു ട്യൂബാണ്, ഒരു കുറ്റി ട്യൂബ് ഇതില്ലെങ്കിൽ മൂക്കിലൂടെയോ വായിലൂടെയോ തൊണ്ടയിലൂടെയോ ശ്വാസകോശത്തിലോട്ട് കടത്തിവിടും. എന്നിട്ടാണ് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ബ്രോങ്കോസ്കോപ്പ് അറിയാത്തവരാണെങ്കിൽ എഴുതി വെച്ചോളൂ കേട്ടോ. ബ്രോങ്കോസ്കോപ്പ് മീൻസ് എന്താണ്? ശ്വാസകോശങ്ങളും അല്ലെങ്കിൽ വാൽവുകളിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പരിശോധിക്കുവാൻ കേട്ടോ. ശ്വാസകോശ വാൽവുകള് അതിലെ പ്രശ്നങ്ങളെ പരിശോധിക്കുവാൻ. ഓക്കെ, എഴുതി കഴിഞ്ഞു. ഓക്കെ, പറയുന്നതിന് മുൻപ് എഴുതി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നല്ല കുട്ടികളാണ് കേട്ടോ. ഓക്കെ, വലിയ നോട്ടൊന്നും വേണ്ട, നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കിയാൽ മതിയല്ലോ. അപ്പോ ഡയഗ്നോസ്റ്റിക്കും തെറാപ്പിക്കും ഒക്കെ ആണോ രണ്ടിലും വരുന്ന എക്യുപ്മെന്റ്സ്? ഓക്കെ, അപ്പൊ ഡയഗ്നോസ്റ്റിക്കിൽ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി പറയാം കേട്ടോ. ഡയഗ്നോസ്റ്റിക്കിൽ നമ്മൾ പറഞ്ഞു BP നോക്കുന്നതും എൻഡോസ്കോപ്പ്, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG ആൻഡ് എക്കോ. ഇനി തെറാപ്പിയിൽ വരുന്നത് ഏതൊക്കെയായിരുന്നു? മൂന്നെണ്ണമുള്ളൂ, നെബുലൈസറും ലാറിംഗോസ്കോപ്പും ബ്രോങ്കോസ്കോപ്പും. ഓക്കെയാണോ? മോണിറ്ററിംഗ് അല്ലെ, നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ഉപകരണങ്ങൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പം കേട്ടോ. പൾസ് ഓക്സിമീറ്റർ, പൾസ് ഒക്കെ നോക്കുന്ന ഒരു പൾസ് ഓക്സിമീറ്റർ. കാർഡിയാക് മോണിറ്ററിംഗ്, ഹൃദയ സംബന്ധമായിട്ട് നമ്മളുടെ ഇത് മോണിറ്ററിംഗ് ചെയ്യുന്നത്. ECG മെഷീൻ. ഓക്കെ, ഇതാണ് മൂന്നെണ്ണമാണ് മോണിറ്ററിംഗിൽ വരുന്നത്. ഇൻസ്ട്രുമെന്റ് അതായത് ഉപകരണങ്ങൾ, ചെറിയ ചെറിയ ഉപകരണങ്ങൾ എന്തൊക്കെയാണത്? IV സെറ്റ്. എന്താണ് IV സെറ്റ്? ഡ്രിപ്പിടില്ലേ അതിന്റെ ട്യൂബ്. അതായത് നമ്മളിങ്ങനെ തുള്ളിയായിട്ട് നോർമലി ഇങ്ങനെ വീഴില്ലേ, അപ്പൊ അതിന്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കുകയൊക്കെ ചെയ്യൂലേ. നമുക്ക് ചെയ്യാൻ പറ്റൂല. ചിലപ്പോ നഴ്സുമാര് വന്നിടക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യില്ല. ഒരു വൈറ്റ് ഒരു ചെറിയൊരു സംഭവം. ക്ലിയർ ആയോ? ഇൻഫ്യൂഷൻ സെറ്റ്, അതായത് ആ ഒരു ഫ്ലോ ദ്രാവകത്തിന്റെ ഒഴുക്കിനെ നമ്മള് നിയന്ത്രിക്കാനായിട്ട് കൺട്രോൾ ചെയ്യാനും ചിലപ്പോൾ അത് കൂട്ടും അല്ലെങ്കിൽ കുറയ്ക്കുകയൊക്കെ ചെയ്യും നഴ്സുമാർ വന്ന്. ഓക്കെ, ഇനി അതെപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ ഇത് IV സെറ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അല്ലെ. ഇത്രയും നാൾ നമുക്ക് അറിയാവുന്ന ഈ സംഭവത്തിന്റെ പേര് IV സെറ്റ് എന്നൊക്കെയാണെന്ന് അറിയാവുന്ന കുറച്ചു പേർക്കൊക്കെ അറിയാമായിരുന്നു തോന്നുന്നത് അല്ലെ. അപ്പൊ നമുക്കിപ്പോ പുതിയ എക്യുപ്മെന്റ്സിന്റെ പേരൊക്കെ പഠിച്ചല്ലോ. അപ്പൊ ഇനി ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ മെഷീൻസ് ഒക്കെ കാണുമ്പോ ഇത് ഇന്ന സംഭവം അല്ലേ എന്ന് ഐഡന്റിഫൈ ചെയ്യണം കേട്ടോ. വെറുതെ എക്സാമിന് ജയിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നതാകരുത്. എന്ത് പഠിക്കുമ്പോഴും നമ്മൾക്കത് പ്രയോഗിക്കാൻ പറ്റണം. നമുക്ക് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഈ സംഭവം കാണുമ്പോ ഇത് നമ്മൾ പഠിച്ചതല്ലേ ഓർമ്മ വരണം. അതിനു വേണ്ടിയാണ് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ IV സെറ്റ്. ട്രാക്കിയോസ്റ്റോമി. എന്താണ് ട്രാക്കിയോസ്റ്റോമി? കേട്ടിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ഒരു സുഖമില്ലല്ലേ കേൾക്കാനും, ഒരു എന്താ പറയാ ഇത്തിരി ടഫായിട്ടുള്ളതാണല്ലേ. ഓക്കെ, അതെ അറിയാവുന്ന കുറച്ച് പേര് കമന്റ് ഒക്കെ ഇട്ടുണ്ട് കേട്ടോ. ടു ഓപ്പൺ ട്രാക്കിയ. ഓക്കെ, അതായത് ഈ ശ്വസനനാള ശസ്ത്രക്രിയയൊക്കെ ചെയ്യാൻ വേണ്ടി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ശസ്ത്രക്രിയകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. എയർവേ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ശ്വാസനനാളത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ, ശ്വസിക്കാനൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ട്രാക്കിയോസ്റ്റോമി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ട്രോളിംഗ് പറയണോ ഞാൻ? ഇൻസ്ട്രുമെന്റ് ട്രോളിംഗ് എന്താണ്? മറ്റേ ഉപകരണങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ട്രോളിയില്ലേ, ഒന്ന് കൊണ്ടുപോകില്ലേ? നമ്മൾ പറഞ്ഞില്ലേ, എന്താ പറഞ്ഞതൊരു നമ്മൾ കഴിഞ്ഞൊരു ചാപ്റ്ററിൽ പറഞ്ഞായിരുന്നു. ഇതിന്റെ തന്നെ വേറൊരു പേര് അല്ലെ, ഡേ ഓഫ് മീൻസ് ഈ മെഡിസിൻസും കാര്യങ്ങളും മറ്റും കൊണ്ടുപോകുന്ന ഒരു ട്രോളിംഗ്. ഓക്കെ, ഇത്രയുമാണ് ഇൻസ്ട്രുമെന്റില് വരുന്നത്. ഓക്കെ, ടേബിള് ബൈഹാർട്ട് ഒന്നും ചെയ്യട്ടാ, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ.
അപ്പൊ തുടങ്ങി ഒന്ന് നോക്കാം. ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് BP, എൻഡോസ്കോപ്പ്, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ UCG ആൻഡ് എക്കോ. തെറാപ്റ്റിക്കിൽ വരുന്നതോ നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. മോണിറ്ററിൽ വരുന്നത് പൾസ്, കാർഡിയോമോണിറ്റർ, ECG. സിമ്പിൾ ആണല്ലോ, നമുക്കറിയാവുന്നത് അല്ലേ. ഇൻസ്ട്രുമെന്റ് ആണ് IV സെറ്റിലും ട്രാക്കിയോസ്റ്റോമി ഇൻസ്ട്രുമെന്റ് ട്രോളിംഗ്. ഓക്കെ ആണോ? ടേബിള് സെറ്റ് അല്ലേ? ആണോ? ടേബിള് കുഴപ്പമില്ലല്ലോ, ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഫങ്ഷൻസ് ഓഫ് OPD. എന്തൊക്കെയാണ് ഒരു OPDയുടെ ഫങ്ഷൻസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ ധർമ്മങ്ങൾ, എന്തൊക്കെയാണ് ഈ ഒരു OPD ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത് കേട്ടോ. പോയിന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ചെറിയ ചെറിയ പോയിന്റ് ആക്കി തന്നേക്കാണ് അല്ലെ. അധികം പോയിന്റുകളൊന്നുമില്ല, പഠിക്കാൻ എളുപ്പമുണ്ടോ നോക്കാം. ഒന്നാമത്തെ പോയിന്റ് വായിക്കാം. ഏർലി ഡയഗ്നോസിസ്, കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി ബേസിസ്. ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംബുലേറ്ററിയിൽ ഉൾപ്പെടുന്നതാണ്. ഞാൻ പറഞ്ഞു ഈ ടെസ്റ്റുകൾ നടത്തി രോഗങ്ങൾ കണ്ടുപിടിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആംബുലേറ്ററി ബേസിസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നതാണ് ഈ ആംബുലേറ്ററി ബേസിസിന്റെ അടിസ്ഥാനത്തില് നേരത്തെയുള്ള ഒരു, അതായത് പ്രിവെന്റീവ് ആൻഡ് ഡയഗ്നോസ്റ്റിക്, ഏർലി ഡയഗ്നോസ്റ്റിക് അല്ലെ, നേരത്തെയുള്ള ഒരു രോഗനിർണയം. പിന്നെ എന്താണ് രോഗ മീൻസ് രോഗശമനം. പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ. പ്രിവെന്റീവ് മീൻസ് നമ്മൾ പ്രതിരോധിക്കുക എന്നൊക്കെ പറയില്ലേ, പ്രതിരോധം. പുനരധിവാസം, റീഹാബിലിറ്റേഷൻ, കെയർ ഓൺ. അപ്പൊ പുനരധിവാസമായ പരിചരണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ആംബുലേറ്ററി ബേസിസിൽ ഉൾപ്പെടുന്നു. അതായത് ഫങ്ഷൻസ് ആണ് അത് OPDയുടെ. അതായത് ഡയഗ്നോസിസും അതിന്റെ ഒരു എന്താ പറയാ രോഗശമനവും പ്രതിരോധം പിന്നെ പുനരധിവാസം, ഇതെല്ലാം ഒരു OPDയുടെ ഫങ്ഷൻസ് ആണ്. ആ ഓരോ പോയിന്റുകളും അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ആംബുലേറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ട്രീറ്റ്മെന്റുകൾ ചെയ്യില്ലേ, ടെസ്റ്റുകൾ. ഇപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ സ്കാൻ ചെയ്തു, അങ്ങനെ നമ്മൾ ഓരോ സെക്ഷനിൽ ചെന്ന് ഇപ്പൊ ഫാർമസി പോയി മരുന്ന് വാങ്ങിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ടെസ്റ്റുകളൊക്കെ ചെയ്യാന്ന് പറയില്ലേ, അതിനാണ് ഈ ഒരു ആംബുലേറ്ററി ബേസിസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആ ഒരു ടേം അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ, ആംബുലേറ്ററി ബേസിസ് തന്നെ. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. വീണ്ടും പറയുന്നുണ്ട് ആംബുലേറ്ററി ബേസിസ്, അതായത് ഫലപ്രദമായിട്ടുള്ള ഒരു ചികിത്സ. അതായത് ഈ ആംബുലേറ്ററി ബേസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ടെസ്റ്റുകളും മറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അതിനെയാണ് പറയുന്നത്. അപ്പൊ അതിലൊരു ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുക. ദെൻ സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ദ ഹോസ്പിറ്റൽ. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള ഒരു സ്ക്രീനിങ് കൊടുക്കുക അല്ലെ. സ്ക്രീനിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഏതെങ്കിലും പരിപാടിയിലേക്ക് പ്രോഗ്രാമിലേക്ക് സ്ക്രീനിങ് ഒക്കെ ചെയ്യില്ലേ. അതായത് ഇവിടെ സ്ക്രീനിങ് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു ആദ്യം നമ്മൾ വരുമ്പോ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഫസ്റ്റില് നമ്മൾ ഡോക്ടറെ കാണാനായിട്ടൊക്കെ സ്ക്രീനിങ് ഒക്കെ ചെയ്യുന്നത് ഇവിടെയാണ് അല്ലെ. നമ്മൾ അവിടെ പോയി ടിക്കറ്റ് എടുത്ത് OPയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, അതാണ് സ്ക്രീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. ഇനി ഇപ്പൊ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തതിനു ശേഷവും പരിചരണങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ OPDക്ക് നൽകും. മീൻസ് ഇപ്പൊ നമ്മൾ ഡോക്ടറെ വന്ന് കണ്ടു, മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു, ദെൻ ആ മെഡിസിൻ കഴിയുമ്പോ അല്ലെങ്കിൽ ഒരു 5 days കഴിഞ്ഞിട്ടോ 10 days കഴിഞ്ഞിട്ടോ വീണ്ടും തിരികെ ഡോക്ടറെ കാണാനായിട്ടൊക്കെ വീണ്ടും നമ്മൾ വരും അല്ലെ. അപ്പോഴും നമ്മൾ OPയിൽ വന്ന് ചീട്ടൊക്കെ എടുത്ത് സെറ്റ് ആയിട്ടല്ലേ പോകുന്നത്. അതിനാണ് ഈ ഫോളോ അപ്പ് എന്ന് പറയുന്നത്. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. അതായത് ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറച്ച് പ്രൊമോട്ട് ചെയ്യുക. മീൻസ് എന്താണ്? ആരോഗ്യ വിദ്യാഭ്യാസത്തിന് ഒരു പ്രോത്സാഹനമൊക്കെ കൊടുക്കുക, അതിനുവേണ്ടി അത് പ്രൊമോട്ട് ഒക്കെ ചെയ്യുക. ദെൻ റെൻഡറിംഗ് ഓഫ് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. റെൻഡറിംഗ് മീൻസ് എന്താണ്? റെൻഡറിംഗ് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ എന്താ വിശദീകരിക്കുക, കുറച്ചും കൂടി കൂടുതൽ അങ്ങനെ വിശദീകരിച്ച് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ എന്താണ്? പ്രതിരോധ, അതായത് പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, പ്രതിരോധ ആരോഗ്യത്തിന്റെ മീൻസ് ആരോഗ്യ മേഖല നമുക്ക് നിലനിർത്താം, അല്ലെങ്കിൽ വേറെ അസുഖങ്ങളൊന്നും വരാണ്ട് എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് അതുമായിട്ടൊക്കെ എന്ത് ചെയ്യാം, ഒരു വിശദീകരണങ്ങളൊക്കെ നൽകുക. പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്ത് എഡ്യൂക്കേഷൻ വഴി ഒരു ഹെൽത്ത് പ്രൊമോഷൻ, അതായത് ഒരു ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആരോഗ്യത്തിന് ഒന്ന് പ്രൊമോട്ടീവ് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ,
ഇത് ഇതുപോലെ തന്നെ എന്താ പറയാ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് തന്നെ ഫങ്ഷൻസ് പഠിക്കണം കേട്ടോ. മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ പഠിച്ചോളൂ, അല്ല എങ്കിൽ ഇത് എന്ത് ചെയ്യാം, ഒന്ന് ബൈഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ ഫങ്ഷൻസ്. ഓക്കെ, ഇത്ര എടുക്കുന്നുള്ളൂ, ഫങ്ഷൻസ് വരെ എടുക്കുന്നുള്ളൂ കേട്ടോ. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ, അതായത് എന്താ പറയാ ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ ആരോഗ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുക, ഹെൽത്തിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ കൊടുക്കാതെ. ഓക്കെ, ഫങ്ഷൻസ് നോക്കി ഇത്രയും പോർഷൻ ഇന്ന് എടുക്കുന്നുള്ളൂ. നമ്മൾ ഇന്നൊരു പുതിയൊരു ചാപ്റ്റർ തുടങ്ങി, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മള് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. നമ്മൾ പറഞ്ഞ ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് നമ്മള് ഡോക്ടറെ കാണാൻ നമ്മുടെ ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു, ഡോക്ടറെ കണ്ടു, അതിന്റെ ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തു, മെഡിസിൻ ഒക്കെ വാങ്ങിച്ചു, എന്ത് ചെയ്തു, തിരികെ വീട്ടിൽ പോയി. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡയഗ്നോസ്റ്റിക്, ഒബ്സർവേഷൻ, കൺസൾട്ടേഷൻ, ട്രീറ്റ്മെന്റ്, ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഓക്കെ, ദെൻ നമുക്ക് ഒരു OPD മെയിൻ ആയിട്ടുള്ള 4 ഒബ്ജക്റ്റീവ്സുകൾ പറഞ്ഞു. സ്കോപ്പുകൾ എന്തൊക്കെയാണ്, ലൊക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഗ്രൗണ്ട് ഫ്ലോർ ആണ്, പിന്നെ എന്താണ് ഷെയർ വിത്ത് ഡയഗ്നോസ്റ്റിക്കും തെറാപ്റ്റിക് ഫെസിലിറ്റീസ്, യൂണിഡയറക്ഷണൽ ഫ്ലോ ആണ്, സ്കോപ്പ് ഓഫ് എക്സ്പാൻഷൻ. പിന്നെ നമ്മളൊരു ടേബിൾ നോക്കി അല്ലെ, ഓരോ ഏരിയകളിൽ ഉൾപ്പെടുന്നത്. ഒരു പേഷ്യന്റ് ഏരിയയിൽ നമുക്കറിയാം നമ്മൾ ചെല്ലുന്ന ഏരിയകൾ, അഡ്മിനിസ്ട്രേറ്റീവ്, ക്ലിനിക്കൽ ഏരിയ. പിന്നെ ഒരു ഫ്ലോ ചാർട്ട് ആയിരുന്നു അല്ലെ. ഒരു ഫ്ലോ ചാർട്ട് നോക്കിയല്ലോ. ഫ്ലോ ചാർട്ട് നോക്കേണ്ട കാര്യമേ ഇല്ല, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കാം. എൻക്വയറി പോയി, രജിസ്ട്രേഷൻ എടുത്തു, വെയിറ്റിംഗ് ഹാളിൽ ഇരുന്നു, ഡോക്ടറെ കണ്ടു, ബാക്കി ട്രീറ്റ്മെന്റ്സുകളൊക്കെ നടത്തി, ഫാർമസി പോയി മരുന്ന് വാങ്ങിച്ചു, തിരികെ എക്സിറ്റ് ചെയ്തു. ഓക്കെ, നമ്മള് എക്യുപ്മെന്റ്സ് നോക്കി, ഡയഗ്നോസ്റ്റിക്കിന്റെയും തെറാപ്റ്റിക് മോണിറ്ററിംഗ് ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത്. ഫങ്ഷൻസ് ഓഫ് OPD അവരുടെ ധർമ്മങ്ങൾ ഒരു കുറച്ച് പോയിന്റ്സ് ആയിട്ട് പറഞ്ഞു, അത് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ട് അത് പഠിക്കാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? വലിയ ബുദ്ധിമുട്ടില്ലാലോ? വലിയ ബുദ്ധിമുട്ടില്ലാത്തൊരു ചാപ്റ്റർ ആണ് കേട്ടോ. എളുപ്പം പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു രീതിയിലാണ്. പിന്നെ കുറച്ച് ടേമുകളും കാര്യങ്ങളും നമുക്കറിയാത്ത കുറച്ച് ഇൻസ്ട്രുമെന്റ്സും മറ്റു കാര്യങ്ങൾ വരുന്നുള്ളൂ, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ അല്ലേ? സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. സ്ക്രീനിങ് മീൻസ് നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ ഫസ്റ്റ് ചെല്ലുന്നത് അങ്ങനെയല്ലേ. സ്ക്രീനിങ് മീൻസ് നമ്മൾ അവിടെ വെച്ചാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. OP-യിലാണ് അല്ലെ, നമ്മൾ ഡോക്ടറെ കാണുന്നു. നമ്മളിപ്പോ ഇപ്പൊ ഏതെങ്കിലും പ്രോഗ്രാമിനൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സ്ക്രീനിങ് എന്നൊക്കെ പറയാറില്ലേ നമ്മള്. അതായത് കാണിച്ചു കൊടുത്ത് ഫസ്റ്റിലെ നമ്മൾ വരുന്ന ചെയ്യുന്നതല്ലേ സ്ക്രീനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇവിടെ OP-യിൽ വന്നിട്ടാണ് നമ്മൾ ചീട്ടെടുക്കുന്നതും ഡോക്ടറെ കാണാൻ പോകുന്നതൊക്കെ ആ ഒരു സെക്ഷനിൽ തന്നെയാണ്. അപ്പൊ ജസ്റ്റ് അതിനകത്ത് സ്ക്രീനിങ് എന്നുള്ളൊരു ടേം കൊടുത്തിട്ടുണ്ടെന്നുള്ളൂ കേട്ടോ. നിങ്ങൾ ആ പോയിന്റ് തന്നെ നിങ്ങൾ ആ ടേം വെച്ച് തന്നെ പഠിച്ചോളൂ കേട്ടോ. നിങ്ങൾ ഭയങ്കര ഈ പോയിന്റ്സുകളൊക്കെ, ചെറിയ പോയിന്റ്സുകളൊക്കെ നിങ്ങൾ അതുപോലെ തന്നെ പഠിക്കാം. ജസ്റ്റ് അതിന്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാം, കൂടുതലൊന്നും പഠിക്കാനില്ലല്ലോ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ? പറയുന്നതൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകള് ആണോ? ഓക്കെ അല്ലേ എല്ലാവരും? അപ്പോ ഓരോ ചാപ്റ്റർ കഴിയുന്നതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാ, അതുപോലെ തന്നെ എന്ത് ചെയ്യാ, പഠിച്ചു പോകുക. നിങ്ങൾ മാക്സിമം എന്താ പറയാ ക്ലാസ്സുകൾ നല്ല രീതിയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ സാധിക്കും അല്ലെ. വേറെ ബുദ്ധിമുട്ടുകളൊന്നും, വലിയ ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. മാക്സിമം ഷോർട്ട് നോട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലെ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, ക്ലാസ് നിങ്ങൾക്ക് അങ്ങനെ വല്ല ബോറിംഗ് ആയിട്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചില ടേമുകളും അല്ലെങ്കിൽ ചില ചാപ്റ്റേഴ്സ് എല്ലാ ചാപ്റ്ററുകളും എളുപ്പമാവുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഏത് കോഴ്സ് നമ്മൾ എടുത്താലും ചിലപ്പോ തുടക്കം കുറച്ച് എളുപ്പമൊക്കെ ഇരിക്കും. ഇത് നമുക്ക് അറിയാത്ത ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഹോസ്പിറ്റലിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും, കുറച്ച് ടേംസും കാര്യങ്ങളും. പക്ഷെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. അതായത് ഞാൻ പറഞ്ഞത്, നമ്മൾ എക്സ്പെൻസ് പഠിച്ചില്ലേ, ഈ ഹോസ്പിറ്റലൊക്കെ ചെയ്യുമ്പോഴേ എക്സ്പെൻസ് കാണുമ്പോൾ അതെന്റെ ഒന്ന് നോക്കണം കേട്ടോ. ഓക്കെ, okay, thank you all. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.
Thank you, ma'am. Thank you, ma'am.